ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ റബ്ബിഷ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ല റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ സൂറ ബഖറയിലെ 5 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ഉം 7ഉം ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ ആദ്യമായി ഞാൻ നിങ്ങളും നമ്മളെ നിയത്ത് ഒന്നുകൂടി പഠിക്കുക, പുതുക്കുക. സൂറ ബഖറ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടതിലേക്കാണ് നമ്മളിപ്പോ ഇന്നിവിടെ കൂടി ഇരിക്കുന്നത്. ഇന്നത്തെയും പോലെ തന്നെ നമ്മളിന്നും പിശാചിന്റെ ഷർറിൽ നിന്ന് പ്രൊട്ടക്ഷൻ എടുക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. ആദ്യം നമ്മൾ സൂറ ഫാത്തിഹയിൽ 3 തരം ആളുകളെ കുറിച്ച് പഠിച്ചു. ഒന്നാമത്തെ വിഭാഗം സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അതായത് നേരായ മാർഗത്തിലുള്ളവര്. ആ ഒരു മാർഗത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാ ദുആയും. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായവർ. അതുപോലെ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട് വലദ്വാലീൻ, വഴി പിഴച്ചവർ, വഴിയിൽ നിന്ന് മാറിപ്പോയവർ. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ഏത് മാർഗത്തിലാണ് നമുക്ക് എത്തേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സൂറ ബഖറയിൽ ആദ്യത്തെ ആയത്തുകളിൽ നമ്മൾ പഠിച്ചത്, ഇത്ര ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മുത്തഖീങ്ങളെ പറ്റിയാണ്, അതായത് തഖ്വ ഉള്ളവരെ പറ്റി. തഖ്വ ഉള്ളവർ ആരാന്ന് നമ്മൾ പഠിച്ചു. അവരാരാണ്? വിജയികളാണ് അല്ലെ? ആർക്കാണ് ഈ ഖുർആൻ കൊണ്ട് ഗുണം ഉണ്ടാവുക? തഖ്വ ഉള്ളവർക്കാണ്. അവർക്കാണ് ഹുദ, അവർക്കാണ് ഇതിൽ നിന്ന് നേർമാർഗം കിട്ടുക അല്ലെ? സത്യം നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അത് വിശ്വസിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തിന്മകളിൽ നിന്ന് ഒഴിവായി നിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ് അവര് തഖ്വ ഉള്ളവർ അല്ലെ? തഖ്വ ഉള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി 6, 7 ആയത്തുകളിൽ നമ്മൾ പഠിക്കുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആളുകളെ പറ്റിയാണ്. ആരാണ് അവര്? അപ്പൊ നമ്മള് ആരാണ് നല്ലത്, ആരാണ് മോശം, അതല്ലാത്തത് ആരാണ്, അങ്ങനെ 3 വിഭാഗങ്ങളെ പറ്റി നമ്മൾ ഈ 13 ആയത്തോളം ഉണ്ട്. ഒന്നാമത്തെ വിഭാഗം നമ്മൾ പഠിച്ചു, തഖ്വയുള്ളവര്. ഇനി രണ്ടാമത്തെ വിഭാഗം കാഫിരിങ്ങള്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുക മുനാഫിക്കീങ്ങള്. ഈ 3 വിഭാഗത്തില് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് അവരാണ്, അവര് അവിശ്വാസികളാണ്, അവരാണ് പിന്നെ മുനാഫിക്കുകള്. അതിനു വേണ്ടിയിട്ടല്ല ഞാനും നിങ്ങളൊന്നും പഠിക്കുന്നത്. ഞാനോ നിങ്ങളോ ആരെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു സ്വഭാവമെങ്കിലും നമ്മളിൽ വന്നു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അതിൽ നിന്ന് എങ്ങനെ മാറാൻ പറ്റും? അതിനെപ്പറ്റി അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നത്. അള്ളാഹു നമുക്ക് ഇതൊക്കെ അറിയിച്ചു തന്നിട്ടുള്ളത്. നമുക്ക് 6ാമത്തെ ആയത്ത് ഞാനൊന്ന് റിസൈറ്റ് ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. സ്ലൈഡ് മാറിപ്പോയിട്ടുണ്ട് തോന്നുന്നു. ഇന്നല്ലദീന കഫറു 6ാമത്തെ ആയത്ത്. അതിന്റെ അർത്ഥം ഞാൻ പറയാം.
സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം നീ അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും സമമാകുന്നു. അവർ വിശ്വസിക്കുന്നതല്ല. ഇന്ന നിശ്ചയമായും തീർച്ചയായും എന്നുള്ള അർത്ഥം വരുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം ഊന്നി പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് ഉറപ്പിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഇന്ന. അല്ലദീന കഫറു. അല്ലദീന ഇതിന് മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട്. യാതൊരുവർ, യാതൊരു കൂട്ടർ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അല്ലദീന ഉപയോഗിക്കുന്നത്. അല്ലദീന കഫറു, നിഷേധിച്ചവർ. കഫറു എന്നത് പ്ലൂരൽ ഫോമാണ് കഫറ എന്നതിന്റെ. കഫറു എന്നതിന്റെ റൂട്ട് ലെറ്റർ ക, ഫ, റ. അല്ലദീന കഫറു സവാഉൻ. സവാഉൻ എന്ന് പറഞ്ഞാൽ ഒരുപോലെയാണ്, സെയിം ആണ്, ഈക്വൽ ആണ്, എന്തായാലും സമമാണ്. അതിന്റെ റൂട്ട് ലെറ്റർ വരുന്നത് സീൻ, വാവ്, യ. അലൈഹിം, അവരുടെ മേൽ, അവർക്ക്. അല പ്ലസ് ഹിം എന്നതാണ് എന്ത്? അലൈഹിം. ഇത് ഹും എന്നുള്ളതിന്റെ വേറൊരു ഫോമാണ് ഹിം. അൻദർതഹും. ഇവിടെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ വേർഡായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഉണ്ടോ, ചെയ്തുവോ, ഇല്ലയോ എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അന്തർത്തഹും. അടുത്തത് കഴിഞ്ഞിട്ടുള്ള അന്തർത്തഹും. അന്തർത്തഹും എന്നുള്ളതിന്റെ റൂട്ട് ലെറ്റർ നോൺ, റ. നീ അവരെ താക്കീത് ചെയ്തുവോ. ഇതില് ലാസ്റ്റ് വരുന്ന അന്തർത്തഹും എന്നുള്ളതിന് ത, അന്തർത്ത എന്നുള്ളത് നീ എന്നതിനെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ത ഉപയോഗിക്കുന്നത്. അന്തർത്തഹും അല്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. ലം തുൻദിർഹും, നീ അവരെ താക്കീത് ചെയ്തില്ലയോ. ഇത് നേരത്തെ പറഞ്ഞ അന്തർത്തഹും എന്നുള്ളതിന്റെ അതേ മീനിങ്, താക്കീത്. അതിന്റെ റൂട്ട് ലെറ്ററും സെയിം ആണ്. തുൻദിർഹും എന്നുള്ളതിന്റെ റൂട്ട് ലെറ്റർ നോൺ, റ. തുൻദിർഹും എന്ന് പറഞ്ഞാലും നീ അവരെ താക്കീത് ചെയ്തോ, ചെയ്തു. ഇവിടെ തു എന്നുള്ളത് നീ എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ഫസ്റ്റില് തു എന്ന് ഉപയോഗിക്കുന്നത്. ഇതിന്റെ തൊട്ട് മുന്നിലുള്ളത് അനർത്തഹും, ആ തായും ഈ ഇതിലുള്ള തുൻദിർഹും എന്നുള്ളതിൽ തുവും നീ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കി വെക്കുക. ലാ യുഅ്മിനൂൻ. യുഅ്മിനൂൻ എന്നുള്ളത് പ്ലൂരൽ ഫോം ആണ്. അതിന്റെ റൂട്ട് ലെറ്റർ വരുന്നത് അ, മീം, നൂൻ. അവർ വിശ്വസിക്കുന്നതല്ല. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം നീ അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും സമമാകുന്നു. അവർ വിശ്വസിക്കുന്നതല്ല. അല്ലദീന കഫറു. ആരാണ് ഈ സത്യനിഷേധികൾ എന്ന് പറഞ്ഞാല്? സാധാരണ ഒരു ഒഴുക്കിൽ പറയുന്ന വേർഡാണല്ലോ കാഫിർ, അല്ലെ? അതൊരു മോശം വേർഡായിട്ടാണ് പൊതുവെ ഉപയോഗിക്കപ്പെടാറ്. പക്ഷെ അതൊരു മോശം വേർഡ് എന്നല്ല, അത് അവിശ്വാസികൾക്ക് പൊതുവെ പറയുന്ന വേർഡാണ്. അതൊരു ചീത്ത വേർഡായിട്ട് ചില സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ചിലർക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര പ്രയാസം ഉണ്ടാവാറുണ്ട്. പക്ഷെ നമുക്ക് ആർക്കും മറ്റുള്ളവരെ കാഫിറാക്കാനുള്ള അധികാരം അല്ലാഹു തന്നിട്ടില്ല. അപ്പൊ അല്ലദീന കഫറു, അപ്പൊ നമുക്ക് സ്വയം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. ആരാണ് ഈ അവിശ്വസിച്ചവർ? ഇതിന്റെ റൂട്ട് ലെറ്റർ ആയ ക, ഫ, റ. അതിന് ഭാഷാപരമായി നോക്കുകയാണെങ്കിൽ അത് ഹൈഡ് ചെയ്യുക, മറച്ചു പിടിക്കുക എന്നുള്ള ഒരർത്ഥമുണ്ട്. അറബിയിൽ കാഫിർ എന്നത് ഒരു കൃഷിക്കാരനെ കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. കൃഷിക്കാരൻ എന്താ ചെയ്യുന്നത്? അതായത് അയാള് സീഡിനെ, അതായത് വിത്തിനെ മണ്ണിനടിയിൽ കുഴിച്ചിടും, അല്ലെ? ഒളിപ്പിച്ച് വെക്കും. മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടാണ് അത് വളർന്നു വരിക, അല്ലെ? അപ്പൊ മറച്ചു വെക്കുന്നവൻ എന്നുള്ള അർത്ഥത്തില് കൃഷിക്കാരനെ കാഫിർ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ രാത്രിയെ സൂചിപ്പിക്കാൻ വേണ്ടി കൂടി ഈ വേർഡ് ഉപയോഗിക്കാറുണ്ട്. രാത്രി എന്താ ചെയ്യുന്നത്? എല്ലാത്തിനെയും മറച്ചു പിടിക്കുക, ഇരുട്ട്
ഇരുട്ടിൽ നമുക്ക് ഒന്നും കാണാൻ പറ്റൂല അല്ലേ. അപ്പൊ രാത്രിയെ കൂടി സൂചിപ്പിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അവിശ്വാസത്തിന് കുഫർ എന്ന പദം ഉപയോഗിക്കുന്നത്? അയാൾ അവിശ്വാസിയാണ് എന്ന് പറയുമ്പോൾ എന്താ ശരിക്കും അവിടെ സംഭവിക്കുന്നത്? അയാൾ സത്യത്തെ മൂടി വെക്കുക ചെയ്യുന്നത് അല്ലേ? അയാൾക്ക് സത്യം അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ എന്താ ചെയ്യുന്നത്? അതിനെ മൂടി വെക്കുക ചെയ്യുന്നത്, അതിനെ മറച്ചു പിടിക്കുക ചെയ്യുന്നത്. ഒരാൾ വിശ്വാസിയാണെങ്കിൽ അയാളുടെ വാക്കില് പ്രവൃത്തിയില് ഒക്കെ ആ വിശ്വാസത്തിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടാവും അല്ലേ? അത് ഇങ്ങനെ കാണണം. അയാൾ അവിശ്വാസിയാണെങ്കിൽ അത് കാണും. അതുപോലെ തന്നെ ഒരു അവിശ്വാസിയാണെങ്കിലോ അയാൾ ആ സത്യത്തെ മറച്ചു പിടിക്കുക. അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, പക്ഷെ എന്ത് ചെയ്യുക? അത് അയാളുടെ സംസാരത്തിലോ പ്രവൃത്തിയിലോ ഒന്നും ആ വിശ്വാസം പുറത്തേക്ക് കാണില്ല. സത്യത്തെ ഇങ്ങനെ മൂടി വെക്കുന്ന കൊണ്ടാണ് നമ്മൾ എന്ത് അവിശ്വാസികളെ കാഫിർ എന്ന്, സത്യനിഷേധി എന്ന് പറയുന്നത് അല്ലെ? കാഫിർ എന്നാണ് അവിശ്വാസി അല്ലെങ്കിൽ സത്യനിഷേധി, സത്യത്തെ നിഷേധിക്കുന്ന ആള്. കാഫിർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? നമ്മൾ ഒക്കെ നമ്മൾ റൂഹായിരിക്കുന്ന അവസ്ഥയിൽ എല്ലാ മനുഷ്യരും നമ്മൾ അള്ളാഹുവിന് ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, സത്യം ചെയ്തിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ റബ്ബാണെന്ന് സത്യം. അതാണ് നമ്മളെ ഫിത്രയിലുള്ളത് അല്ലേ? എല്ലാവരുടെ ഉള്ളിലും അതുണ്ട്. പക്ഷെ അതിനെയാണ് നമ്മൾ മറച്ചു പിടിച്ചുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കാഫിറിനെ കാഫിർ എന്ന് വിളിക്കുന്നത്. എന്തിനാണ് അവൻ അവിശ്വസിക്കുന്നത്? എന്താണ് അവിശ്വസിക്കുക എന്ന് പറഞ്ഞാല്? അതായത് അവിശ്വാസം എന്ന് പറഞ്ഞാല് ഈമാന്റെ നേരെ ഓപ്പോസിറ്റ്. ഈമാനുള്ള ആള് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ ഖുറാനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും വിശ്വസിച്ച് ജീവിക്കുന്ന ആളാണ് ഒരു ഈമാനുള്ള ആളെന്ന് പറഞ്ഞാൽ അല്ലേ? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ എന്ത് പഠിപ്പിച്ചോ, ഖുറാനിൽ അള്ളാഹു എന്ത് പറഞ്ഞോ അതിനെയൊക്കെ നമ്മൾ സത്യപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം സത്യപ്പെടുത്തുക, ഇഷ്ടമില്ലാത്ത കാര്യം ഒഴിവാക്കുക എന്നുള്ളതല്ല. എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ നമ്മൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്ത് ഈമാനുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഖുറാനെ അംഗീകരിക്കുന്നില്ല, അള്ളാഹുവിനെ അംഗീകരിക്കുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങളൊന്നും അതും അംഗീകരിക്കുന്നില്ല. അങ്ങനെ ആയിക്കൊണ്ട് കുഫറിൽ അവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് ആര്? കാഫിർ. ഇങ്ങനെയുള്ള ആളുടെ എന്താ പ്രത്യേകത ഉള്ളത്? സവാഉൻ അലൈഹിം, അവന്റെ മേലെ എല്ലാം സെയിം ആണല്ലോ, എല്ലാം സമമാണ്. അന്നത്തവും അമലം തുൻദിർഹും, എന്താണ് തുല്യായിട്ടുള്ളത്? മുന്നറിയിപ്പ് കൊടുത്താലും ഇല്ലെങ്കിലും. ഇവിടെ സവാ എന്ന് പറഞ്ഞാൽ എല്ലാം തുല്യമായ ഒരു കാര്യം, അതായത് രണ്ടറ്റവും ഒരേപോലെ. ഒരു പൈപ്പിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ അപ്പുറത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ പൈപ്പിന്റെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കാണുന്നത് സെയിം ആയിരിക്കും അല്ലെ? അതുപോലെ തന്നെ രണ്ട് ഭാഗം സെയിം ആയിരിക്കും. എന്ത് ചെയ്താലും നമ്മൾ പിന്നെ സാധാരണ യൂസ് ചെയ്യാറുള്ള വേർഡാണ്. അവൻ്റെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും കണക്കാണ് അല്ലേ? അവളുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും കണക്കാണ്. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അതായത് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് എന്ത്? സവാഉൻ. ഇവരോട് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല അല്ലേ? ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇനി എന്തിനെ കുറിച്ചാണ് നമ്മൾ പിന്നെ ഇവിടെ മുന്നറിയിപ്പ് കൊടുക്കുന്നത്? എന്തിനെ പറ്റിയാ? അൻദർതുഹും എന്ന് പറഞ്ഞാൽ അതിന്റെ റൂട്ട് ലെറ്റർ നൂൻ റ ഇൻദാർ. അതായത് വരാനിരിക്കുന്ന ഒരു അപകടത്തെ പറ്റി മുന്നറിയിപ്പ് കൊടുക്കുക, ഇൻഫോം ചെയ്യുക. മുന്നറിയിപ്പുകാരൻ എന്ന് പറയും. അതായത് കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ നമ്മൾ മുന്നറിയിപ്പ് തരാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മുന്നറിയിപ്പുകാരന് ആരാണ്? അള്ളാഹു പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. എന്തിനെ പറ്റിയാണ്? നമ്മൾ പിന്നെ ആഖിറത്തിനെ പറ്റി, മരിച്ചു കഴിഞ്ഞാലുള്ള നമ്മുടെ അവസ്ഥയെ പറ്റി, നമ്മൾ ഇങ്ങനെ തന്നെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് പിന്നെ ദോഷം വരാനുള്ളത് എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ നബിമാരെ എല്ലാവരെയും, പ്രവാചകന്മാരെ എല്ലാവരെയും നദീർ, ബഷീർ എന്നൊക്കെ പിന്നെ വിളിക്കാറുണ്ട് അല്ലേ? മുന്നറിയിപ്പുകാരൻ. ഈ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാല് നമുക്ക് പറയുന്ന മുന്നറിയിപ്പ് എന്തിനെ പറ്റിയാ മുന്നറിയിപ്പ് വരുന്നത്? കുഫർ, അള്ളാഹുവിൽ അവിശ്വസിക്കുന്നതിനെ പറ്റിയാ.
മുന്നറിയിപ്പ് തരുന്നത്. നമ്മൾ ഒരാളോട് പിന്നെ വെറുതെ മുന്നറിയിപ്പ് കൊടുക്കുന്നതും നമ്മൾ ശക്തമായി താക്കീത് കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളെ കുട്ടികളോട് എവിടെയെങ്കിലും ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ പിന്നെ എല്ലാ ജനലിന്റെ മേലെ എല്ലാ സ്ഥലത്തും കയറി കളിക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ നമ്മൾ ജനാലിന്റെ മേലൊക്കെ കയറി കളിച്ചാൽ കുട്ടികളോട് പറയും അതിന്റെ മേലെ കയറിയാൽ വീഴും, താഴെ ഇറങ്ങിക്കും. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് അതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, അവര് അതൊന്നും മനസ്സിലാക്കൂല. ഇനി പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടികളോടാണെങ്കിൽ നമ്മൾ പറഞ്ഞ അതിന്റെ മേലെ കയറി കളിച്ചാൽ നിന്റെ കയ്യും കാലും ഒടിയും, അതുകൊണ്ട് താഴെ ഇറങ്ങിക്കുക. അപ്പൊ ചില കുട്ടികൾ കേൾക്കും, ചില കുട്ടികൾ അതും കേട്ടാല് പിന്നെ മാറ്റമൊന്നും ഉണ്ടാവില്ല. അതിന്റെ മേലെ കയറി കളിച്ചാൽ കയ്യും കാലും ഒടിഞ്ഞിട്ട് നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് വ്യത്യാസം ഉണ്ടാവും. അതുപോലാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കുന്നത് നമുക്ക് കുട്ടികളോട് ഭയങ്കര ദേഷ്യത്തിലും പറയാം, അല്ലെങ്കിൽ നല്ല സ്നേഹത്തിലും മയത്തിലും അതും പറയാം അല്ലേ? ഇവിടെ ഭീഷണിയുടെ സ്വരം ഒന്നും ഉപയോഗിക്കാതെ വളരെ സ്നേഹത്തിലും മയത്തിലും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുക. അതാണ് ഒരു മുന്നറിയിപ്പുകാരൻ ചെയ്യേണ്ടത്. ഇവിടെ അതാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അവര് മനസ്സിലാക്കുന്നില്ല. ഇനി എന്തുകൊണ്ടാണ് ഇവര് മനസ്സിലാക്കാത്തത്? അടുത്ത ആയത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന്. 7-ാമത്തെ ആയത്ത് ഒന്ന് റിസൈറ്റ് ചെയ്യാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. അവരുടെ മനസ്സുകൾക്കും കാതിനും അള്ളാഹു മുദ്ര വച്ചിരിക്കുകയാണ്. അവരുടെ ദൃഷ്ടികളിന്മേലും ഒരു മൂടിയുണ്ട്, അവർക്കാകുന്നു കനത്ത ശിക്ഷയുള്ളത്. ഖതമല്ലാഹ്, അള്ളാഹു സീൽ വെച്ചു, അള്ളാഹു മുദ്ര വെച്ചു. അല ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക്. ഖൽബ് എന്നുള്ളതിന്റെ പ്ലൂറൽ ഫോമാണ് ഖുലൂബ്. റൂട്ട് ലെറ്റർ വരുന്നത് ഖാഫ് ലാം ബ. വഅല സമഹിം, അവരുടെ കേൾവിക്കും. സീൻ മീം ആയിനാണ് റൂട്ട് ലെറ്റർ വരുന്നത്. വഅല അബ്സ്വാരിഹിം, അവരുടെ ദൃഷ്ടികൾക്കുമുണ്ട്. റൂട്ട് ലെറ്റർ ബ, സ്വീൻ, ബ, സ്വാദ്, റ. ഐഷാവ, ഒരു മൂടി. ഐഷാവന്റെ റൂട്ട് ലെറ്റർ വരുന്നത് ഖൈ, ഷീൻ, വാവ്. വലഹും, അവർക്കുണ്ട്. അദാബ്, റൂട്ട് ലെറ്റർ ഐൻ, ള, ബ, ശിക്ഷ. അളീം, വമ്പിച്ച, ഭയങ്കരമായ. അതിന്റെ റൂട്ട് ലെറ്റർ വരുന്നത് ഐൻ, വ, മീം. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സ്വാരിഹിം ഗിശാവ വലഹും അദാബുൻ അളീം. അവരുടെ മനസ്സുകൾക്കും കാതിനും അള്ളാഹു മുദ്ര വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്കൊന്നും കേൾക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്തത്. പിന്നെ എന്തും കൂടെ ഉണ്ട്, അവരുടെ ദൃഷ്ടികളിന്മേലും ഒരു മൂടിയുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹുവിന്റെ ശിക്ഷയുള്ളത്. ഇനി എന്താണിത് ഇവിടെ പറയുന്നത്? ഖതമല്ലാഹ്, അള്ളാഹു സീൽ വെച്ചു. നമ്മൾ എന്തെങ്കിലും ഒരു കോൺഫിഡൻഷ്യൽ ആയ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു ഫയലോ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഒരു കോലരെക്കൊണ്ട് ഒരു മുദ്ര സീൽ വെക്കുന്നതാണ് അല്ലേ? ഗവൺമെന്റിന്റെ എന്തെങ്കിലും സാധനങ്ങൾക്കാണ് പ്രത്യേകിച്ച്. അല്ലെങ്കിൽ നമ്മൾ സെല്ലോ ടാപ്പൊക്കെ എടുത്ത് നല്ല ഒട്ടിക്കും. അങ്ങനെയാണ് നമ്മൾ പിന്നെ സീൽ ചെയ്യുക. അതുപോലുള്ള ഒരു സീലാണ് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് എന്തിനു വേണ്ടി ആ സീൽ ചെയ്യുന്നത്? അകത്തുള്ള സാധനം ഒന്നും പുറത്തേക്ക് വരാതിരിക്കാനും പുറത്തുള്ളതൊന്നും അകത്തേക്ക് പോകാതിരിക്കാനും. അതായത് നമ്മൾ ഈ കാര്യങ്ങൾ അത്രയും പിന്നെ ഭദ്രമാണ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുദ്ര വെക്കുന്നത്. അപ്പൊ ഇത്രയും ഭദ്രമായ മുദ്ര വെച്ചിരിക്കുകയാണ് ഈ അവിശ്വാസികളുടെ
ഹൃദയത്തിന്മേൽ. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ മേലാണ് സീൽ വെച്ചിരിക്കുന്നത്. ഇവിടെ ഹൃദയം എന്നാണ് പിന്നെ ഉപയോഗിച്ചിട്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മള് പിന്നെ ഖുർആൻ ഉടനീളം അങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചിന്ത, മനസ്സിലാക്കുക എന്നതുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ ഖൽബാണ് ഉപയോഗിച്ച് കാണുന്നത് അല്ലെ. നമ്മൾ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ അത് പിന്നെ പെർഫെക്റ്റ് ആയി നമ്മളെ തന്നെ അനുസരിക്കാൻ നമ്മളെ ഒരു മനസ്സിൽ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് നമ്മൾ ആ തീരുമാനം എടുക്കണം. എന്നാലേ അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ വെറുതെ ഇതിലേ കേട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ ഹൃദയത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ ഹൃദയം കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ തീരുമാനം എടുക്കുന്നത്. അതായത് അതിനൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് അല്ലേ, നമ്മൾ ഹൃദയം കൊണ്ടെടുക്കുന്ന തീരുമാനത്തിന്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഹൃദയത്തിനാണ് സീൽ വെച്ചിരിക്കുന്നത് പറഞ്ഞത്. അപ്പൊ നമ്മള് ഹൃദയത്തിൽ സീൽ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒന്നും നമ്മൾ അങ്ങോട്ട് കേറൂല. ചെവിയിലൂടെ കേട്ടാലും എന്ത് ചെയ്യില്ല, ചെവിയിലൂടെ കേട്ട കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് എടുക്കണമെങ്കിൽ നമുക്ക് ഹൃദയം തുറന്ന് വെച്ചിരിക്കണം. ഈ ഹൃദയം മൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. കേൾക്കാനും പറ്റില്ല, മനസ്സിലാക്കാനും പറ്റില്ല. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഒരു തിന്മ ചെയ്തുകൊണ്ടിരിക്കും, നമുക്കൊരു ഈസി ആയിട്ട് നമ്മൾ തിന്മ ചെയ്തുകൊണ്ടിരിക്കും. അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കാന്ന് അറിയാം. പക്ഷെ നമുക്ക് അതിൽ നിന്നും മാറാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മള് വേണ്ടപ്പെട്ടവർക്ക്, നമ്മളെ കൂടെയുള്ളവർക്ക് വിഷമാവോ? അപ്പൊ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഉപേക്ഷിച്ചു കഴിഞ്ഞാല്, അപ്പൊ അവിടെ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മളെ ഇമോഷൻസിന് അല്ലെ. അവിടെ നമ്മളെ ഫീലിങ്സിനാണ് നമ്മളെ പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് സത്യം അറിയായിട്ടല്ല, പക്ഷെ അത് അവര് പിന്നെ മനസ്സിലാക്കുന്നില്ല, ഹൃദയം കൊടുത്ത് മനസ്സിലാക്കുന്നില്ല. അതിലേക്കിട്ട് ഇതിലെ വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഹൃദയത്തിന് ഒരു മൂടിയുണ്ട്. പിന്നെ എന്തിനും കൂടി ഉണ്ട്? അല സമഹിം, അവരുടെ കേൾവിയുടെ മേൽ. ഈ ഇതിന്റെ റൂട്ട് ലെറ്റർ വരുന്നത് സീൻ, മീം, ഐൻ. അത് ചെവി, കേൾവി എന്നതിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ സമയം അവർക്ക് എന്താണ്? കേൾവി ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, അവർ കേൾവിയില്ലാത്ത ബധിരന്മാരൊന്നുമല്ല. പക്ഷെ അവർക്ക് കേൾക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നന്മ കേട്ടാൽ അത് നന്മയാണെന്ന് മനസ്സിലാക്കാനും അതിന്റെ പ്രയോജനം ഉൾക്കൊള്ളാനും അവർക്ക് സാധിക്കുന്നില്ല. ഏറ്റവും നല്ല എന്താ പറയാ, നമ്മൾ പിന്നെ ആരെങ്കിലും ഒരാള് കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഭംഗിയും അർത്ഥവും ആഴമൊക്കെ ഉള്ള ഒരായത്താണെങ്കിൽ പോലും, അത്രയും സന്തോഷം സമാധാനം തരുന്നതാണെങ്കിൽ പോലും എന്തില്ല, അത് അവർക്ക് യാതൊരു മാറ്റവും അവർക്ക് കാണുന്നില്ല. ഇതിവിടെ എന്തില്ലാഞ്ഞിട്ടല്ല, കേൾക്കാനിട്ടാണോ? അല്ല, അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പിന്നെ ആലങ്കാരികമായി അവർക്ക് കേൾവി ഇല്ല എന്ന് പറയുന്നത്. അവിടെ കേൾവിയുടെ മേലൊക്കെ മുദ്ര വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഇനി അടുത്ത വാല അബസ്വാരിഹിം, അബസ്വാർ റൂട്ട് ലെറ്റർ വരുന്നത് ബ, സ്വാദ് റോ, കാഴ്ച, കണ്ണ്. ഇതിനും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? കാഴ്ചയില്ല. അപ്പൊ ഈ കണ്ണുവട്ടന്മാരായിട്ടാണോ? അല്ല അല്ലേ, അന്ധരായിട്ടൊന്നുമല്ല, കാണുന്നുണ്ട്, പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കണം അല്ലെ, ഹൃദയം കൊടുത്ത് മനസ്സിലാക്കണം അല്ലെ, എങ്കിൽ മാത്രമേ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ ഇവര് അവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇതൊന്നും കേൾക്കുന്നില്ല, കാണുന്നില്ല. അവരുടെ കണ്ണിനും ഒരു എന്തുണ്ട്? മുദ്രയുണ്ട്. ഉള്ളിലേക്കൊന്നും കേറുന്നില്ല. എന്താണ് കണ്ണിനുള്ളത്? ആല അപസ്വാരിയും യശാവ, ഒരു മൂടി, ഒരു ലിഡ് അല്ലെ. മൂടി എന്ന് പറഞ്ഞാൽ നമ്മള് പാത്രങ്ങളൊക്കെ മൂടി വെക്കൂലെ, അതുപോലെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു മൂടി. അത് ഇപ്പൊ നമ്മളൊരു ബോട്ടിൽ വെള്ളമാണെങ്കിൽ അത് നല്ലോണം ടൈറ്റായിട്ട് പിന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് തുളുമ്പില്ല. അതുപോലെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മൂടിയാണ് ഇവരെ കണ്ണിനും കൊണ്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യില്ല, കാണുന്നില്ല. ഇഷാവ ആശോ,
കവർ മൂടി എന്ന് പറയാം. ഇത് എങ്ങനെയാ ഈ മൂടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, നമ്മളൊക്കെ ഈ പിന്നെ പാത്രത്തില് നമ്മള് പിന്നെ സ്റ്റൗവിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊരു ഗ്ലാസ് മൂടി കൊണ്ട് മൂടിക്കഴിഞ്ഞാല്, ഇപ്പൊ പാത്രത്തിലുള്ള സാധനം തളിച്ചു കഴിഞ്ഞാല് അതിന്റെ പിന്നെ ആവിയൊക്കെ മൂടി പറ്റി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റൂല അല്ലേ? ആദ്യം നമുക്ക് കാണാൻ പറ്റും, പക്ഷെ ഈ ആവി മേലെ വന്നു കഴിഞ്ഞാൽ ഉള്ളിലുള്ളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. കാണാന്ന് വെച്ചാൽ കാണാം, പക്ഷെ ശരിക്കും കാണാൻ പറ്റില്ല. എന്താ സംഭവിക്കുന്നതെന്ന് കാണാൻ പറ്റില്ല. അത് ഒരു ട്രാൻസ്ലൂസന്റ് അവസ്ഥ, അർദ്ധകാര്യം. കാണാമോ കാണാം, പക്ഷെ കാണില്ലേ കാണില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥക്കാണ് നമ്മൾ എന്താ പറയാ, പിന്നെ അതായത് മൂടി. ഇത്തരത്തിലുള്ള അതാണ് ആ മൂടിക്കുള്ള പ്രത്യേകത. ഇങ്ങനെയുള്ള ഒരു മറയാണ് അവരുടെ കണ്ണുകൾക്കുള്ളത്. അതായത് തിമിരം ബാധിച്ചു കഴിഞ്ഞാൽ അറിയാം, തിമിരം ബാധിച്ച ആൾക്കാർക്ക് കുറച്ച് കാണാം, പക്ഷെ കുറച്ച് കാണില്ല. അതേ ഒരു അവസ്ഥയാണ് ഈ അവിശ്വാസികൾ ആയ ആളുകൾക്കും ഉള്ളത്. ഇനി അവർക്ക് എന്താണുള്ളത്? വലഹും അദാബുൻ അലീം. അദാബ്, അതിന്റെ റൂട്ട് ലെറ്റർ വരുന്നത് ഐൻ വ ബ. അദബ് എന്ന് പറഞ്ഞാല് നിർത്താതെയുള്ള വേദന, അതായത് സഹിക്കാൻ പറ്റാത്ത വേദന. പക്ഷെ അത് ഇടക്ക് വരിക ഇടക്ക് പോവുക അങ്ങനെയുള്ളതല്ല. അത് നിർത്താതെ വേദന, നമുക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. ഉറക്കം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള വേദനാജനകമായ ഒരു അവസ്ഥ, അതിനാണ് നമ്മൾ അദാബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അദാബിൽ ഉള്ള ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് ഒന്നും ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും അറിയുന്നില്ല. അത് നമുക്കറിയാം. നരകശിക്ഷയെ പറ്റി പറയുമ്പോൾ അത് നമ്മളെ തലച്ചോറ് വരെ തിളക്കുന്ന അവസ്ഥയിലുള്ള ഒരു വേദനയായിരിക്കും അല്ലെ? അപ്പൊ അതിന് എത്രമാത്രം വേദന ഉള്ളതായിരിക്കും. ഈ അദാബ് എന്നുള്ളതിന് വേറൊരു അർത്ഥം പറയുന്നത് മാധുര്യം എന്ന് പറയാം. അതായത് ഈ അദാബ് എന്നുള്ളത് മാധുര്യം മുഴുവനായിട്ട് എടുത്തു കളയാം. അതായത് ഒന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയാതിരിക്കുക. നമുക്ക് തന്നെ അറിയാം, ഏതെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ, തലവേദന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേദന ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള വേദന ഉണ്ടാവും അല്ലേ? ഉറക്കം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള വേദന. അപ്പൊ അങ്ങനെയുള്ള നിരന്തരമായ വേദനയ്ക്കാണ് നമ്മൾ എന്താ പറയാ, അദാബ് എന്ന് ഇവിടെ പറയുന്നത്. കൂടാതെ ഇതിന് അദാബിന് ജയിലിൽ അടക്കപ്പെട്ട അവസ്ഥ, അങ്ങനെയുള്ള ഒരു മീനിങ് കൂടെ ഉണ്ട്. ജയിലിൽ അടക്കപ്പെട്ട എന്താ, പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാനും പറ്റൂല. ഇങ്ങനെയുള്ള അവസ്ഥക്കും എന്ത് പറയും? അദാബ് എന്ന് പറയും. അലീം, ഇനി എങ്ങനെയുള്ള അദാബാണ്? അലീം, മഹത്തായ, വമ്പിച്ച, ഭയങ്കരമായ. ഇത് ഈ അലീം ഏത് ഒരു സെൻസിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? ഭയങ്കര ശക്തമായ അല്ലേ? അല്ലാഹു ഖവിയ്യുൻ ഷദീദ്, ഷദീദ് എന്ന് പറയുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ശക്തിയായിട്ടുള്ള, അങ്ങേയറ്റത്തെ വേദന, അങ്ങേയറ്റത്തെ കടുപ്പം, അതിനെയാണ് നമ്മൾ അലീം എന്നറിയാം. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ശിക്ഷയാണ് അള്ളാഹു ആർക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്? അവിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് അല്ലെ? എത്ര ഭയാനകരമായ കാര്യമായിരിക്കും. അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റൂല, അതിൽ നിന്ന് ഒരിക്കലും മോചനമില്ല. അപ്പൊ അത്രയും ശക്തമായ താക്കീത് തന്നിട്ടും നമ്മളൊക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു സ്വഭാവം നമുക്കുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളൊക്കെ സ്വയം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹു പറഞ്ഞിട്ട് അത് കേൾക്കാതിരുന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹു നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതിരുന്നിട്ടുണ്ടോ? നമ്മളെ അള്ളാഹു അത്തരത്തിൽ കാഫിര്യങ്ങൾ ഉൾപ്പെടുന്നതിൽ നിന്ന് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, പെടുത്താതിരിക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ മൂടിയിടാനുള്ള കാരണം? അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഉപകരണം, നമ്മളെ വീട്ടിലുള്ള ഏതെങ്കിലും മെഷീൻ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ തുരുമ്പെടുത്ത് പ്രവർത്തിക്കാതായി പോവില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ശരീരം, നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ മടി പിടിച്ച് വേദന, വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ വേദന വരും അല്ലേ? അപ്പോൾ നമ്മൾ ഉപയോഗശൂന്യമായിപ്പോ. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം, കണ്ണ്, കാഴ്ച, കേൾവി ഒക്കെ നമുക്ക് അള്ളാഹു തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്.
എന്തിനു വേണ്ടിയാ? അള്ളാഹുവിനെ മനസ്സിലാക്കാനും അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ സത്യപ്പെടുത്താനും വേണ്ടി. പക്ഷെ ഇതൊന്നും നമ്മൾ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് എന്താണോ ഇഷ്ടം അതിലേക്ക് അള്ളാഹു എളുപ്പമാക്കി കളയും. നമുക്ക് തിന്മ ചെയ്യാണ് ഇഷ്ടം, തിന്മയിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്നാൽ പിന്നെ അതിന്റെ പാത അള്ളാഹു എളുപ്പമാക്കി കളയും. നമുക്ക് നന്മ ചെയ്യാൻ നമ്മളൊരു സ്റ്റെപ്പ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് തരും. നമ്മളെ ദുആവും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മളെല്ലാവരും തന്നെ അള്ളാഹു ഇങ്ങനെയുള്ള കുഫർ കാണിക്കുന്നതിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും, നമ്മളെ മക്കളെയും വരുന്ന തലമുറയെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. اللهم إني أعوذ بك من قلب لا يخشع ومن دعاء لا يسمع ومن نفس لا تشبع ومن علم لا ينفع أعوذ بك من هؤلاء الأربع. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.